നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. 1977 പുറത്തിറങ്ങിയ IV ശശി ചിത്രമായ അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലെ രാജി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമാ രംഗത്തോട്ട് കടന്നു വന്ന സീമ എന്ന നടിയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അജിത് കുമാർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ചെന്നൈയിൽ നമ്പ്യാരുടെയും വാസന്തിയുടെയും മകളായി 1957 മെയ് 22 സീമ ജനിക്കുന്നത്. നുങ്കമ്പാക്കം സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. സീമക്ക് 7 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. അത് ആ കുട്ടിയെ മാനസികമായി ഏറെ തളർത്തി. പിന്നെ ബുദ്ധിമുട്ടുള്ള ഒരു ബാല്യമായിരുന്നു സീമയ്ക്കുണ്ടായിരുന്നത്. സീമ ചെറുപ്പത്തിലെ തന്നെ നൃത്തം അഭ്യസിക്കാൻ പോയി. ഈ നൃത്തം അഭ്യസിച്ചത് കൊണ്ടാണ് സിനിമയിലേക്കുള്ള അവസരം വരുന്നത്. ആദ്യമേ ഒരവസരം കിട്ടുന്നത് നിഴലേ നീ സാക്ഷി എന്ന ചിത്രത്തിലാണ്. പക്ഷെ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ആ ചിത്രം വെളിച്ചം കണ്ടില്ല. പല പ്രശസ്തരുടെയും ആദ്യ ചിത്രം പുറത്തു വരാറില്ലല്ലോ. പിന്നീട് സുകുമാരനും സോമനും പ്രധാന വേഷം അഭിനയിച്ച ശംഖുപുഷ്പം എന്ന ചിത്രം, അതിൽ ചെറിയൊരു വേഷം ഒരു നർത്തക്കാരിയായിട്ട് അഭിനയിച്ചു. പിന്നീട് വരുന്നതാണ് 1977 അവളുടെ രാവുകൾ എന്ന ചിത്രം. അപ്പോൾ ഒരു പുതിയ നടിയെ തിരക്കി നടക്കുന്ന സമയമാണ് IV ശശി. പല നടിമാരെയും ഈ വേഷം അഭിനയിക്കുവാൻ ശശി എന്നിട്ടും അവരാരും തയ്യാറായില്ല. അങ്ങനെ സീമ ആ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. ആ ചിത്രം വൻ ഹിറ്റായതോടെ ധാരാളം അവസരങ്ങൾ സീമയ്ക്ക് കിട്ടിത്തുടങ്ങി. അവളുടെ രാവുകൾ അഭിനയിക്കുന്ന സമയത്ത് കഥയൊന്നും IV ശശി പറഞ്ഞു കൊടുത്തിരുന്നില്ല എന്നാണ് സീമ പറയുന്നത്. അവിടെ ചെന്നു എന്നോട് ഇങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞു, ഇന്ന പോലെ അഭിനയിക്കണമെന്നൊക്കെ കാണിച്ചു തന്നു, അങ്ങനെയാണ് അഭിനയിച്ചെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം അഭിനയിക്കാൻ ചെന്നപ്പോൾ ഈ നൃത്തക്കാരിയാണെങ്കിലും അല്പം മാനസികമായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയെന്നാണ് സീമ തന്നെ പറയുന്നത്. കാരണം ക്യാമറയുടെ മുമ്പിൽ. പക്ഷെ അതിന് ധൈര്യം കൊടുത്തത് അന്ന് ആ ചിത്രത്തിൽ അഭിനയിച്ചിരുന്ന രവികുമാർ ആണെന്ന് നന്ദിയോടെ കൂടി സീമ എപ്പോഴും പറയുമായിരുന്നു. രവിചേട്ടനാണ് എനിക്ക് ആത്മവിശ്വാസം തന്നത്. അപ്പൊ രവികുമാർ എപ്പോഴും പറയുമായിരുന്നു, ആ സീൻ വളരെ നന്നായിട്ടുണ്ട് സീമെ. അപ്പൊ എനിക്കൊരു ആത്മവിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ രവികുമാറുമായിട്ട് നല്ലൊരു സൗഹൃദം അന്നും ഇന്നും അത് തുടരുകയാണെന്നാണ് സീമ പറയുന്നത്. സീമ ജീവിതത്തിൽ ആഗ്രഹിച്ചത് ഒരു നടിയാകുവാനല്ല, ഒരു നേഴ്സാകുവാനായിരുന്നു ആഗ്രഹം. അവർ പറയുന്നത് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു നേഴ്സാകുവാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള പഠനമൊക്കെ തുടർന്നതാണ്. പക്ഷേ യാദൃച്ഛികമായി സിനിമയിൽ വന്ന് വിടുകയായിരുന്നു. അതാണ് നിയോഗം. അവരെപ്പോഴും പറയും, ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ട്, എന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല ഞാൻ സിനിമയിൽ വന്നത്, ഈശ്വര നിശ്ചയമാണ്, ഞാനൊരു ഉപകരണമാകുകയായിരുന്നു. അതുപോലെ 1980 സീമയെ വിവാഹം കഴിക്കുകയാണ് IV ശശി. അതിനുശേഷം 58 ചിത്രങ്ങളിലാണ് സീമ അഭിനയിച്ചത്. IV ശശിയുടെ 58 വൈവിധ്യമായ കഥാപാത്രങ്ങൾ. സീമയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ കൊടുത്തതും ഭർത്താവായ IV ശശി തന്നെയാണ്. ജയനോടൊപ്പം ധാരാളം ഹിറ്റുകൾ. അന്ന് അക്കാലത്ത് ജയനും സീമയും എന്ന് പറഞ്ഞാൽ തിയേറ്ററുകളിൽ ആളുകൾ ഇറച്ചു കയറുന്ന ഒരു കാലമായിരുന്നു. യുവാക്കളുടെ ഒരു കാലം തന്നെയായിരുന്നു ജയനും സീമയും. സാഹിത്യകാരൻ MD വാസുദേവൻ നായരുടെ ഒട്ടനവധി കഥാപാത്രങ്ങൾ, ശക്തമായ കഥാപാത്രങ്ങൾ സീമ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കോഴിക്കോട്ട് ചെന്നപ്പോൾ MD വാസുദേവൻ നായരെ കാണുവാൻ സീമ പോയി. അപ്പോൾ ഒന്ന് സീമയോട് വാസുദേവൻ നായർ പറഞ്ഞതാണ്, ഇപ്പൊ എനിക്ക് ശക്തമായ കഥാപാത്രങ്ങൾ രചിക്കുവാൻ തോന്നുന്നില്ല, എഴുതുവാൻ തോന്നുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നിന്നെപ്പോലെ കഴിവുള്ള നടികൾ ഇന്ന് പുതിയതായിട്ട് രംഗത്ത് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അധികം ശക്തമായ കഥാപാത്രങ്ങൾ എഴുതാറില്ല. അത് ഏറ്റവും വലിയ അവാർഡായി സീമയ്ക്ക് തോന്നിയിട്ടുണ്ട്. സീമ അത് പലപ്പോഴും പറയുകയും ചെയ്യും. ജയന്റെ മരണം സീമയ്ക്ക് ഒരു ഷോക്കായി എന്നാണ് പറയുന്നത്. ജയനെ ഒരു സഹോദര സ്ഥാനത്താണ് സീമ കണ്ടിരുന്നത്. തിരിച്ച് ജയൻ ഒരു സഹോദരിയുടെ സ്ഥാനത്താണ് സീമയെ കണ്ടിരുന്നത്. ഏകദേശം 300ഓളം ചിത്രങ്ങളിൽ സീമ അഭിനയിച്ചിട്ടുണ്ട്. 84 85 മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഈയിടെ പുറത്തിറങ്ങിയ ജോജു ജോർജിന്റെ പണി എന്ന ചിത്രത്തിലാണ് അവസാനമായി സീമയെ ഞാൻ കാണുന്നത്. അതിൽ നല്ലൊരു ബോൾഡായ ഒരു കഥാപാത്രമായിരുന്നു. മുമ്പും സീമ ധാരാളം ബോൾഡായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് സീമയിൽ നിന്നും ധാരാളം കഥാപാത്രങ്ങൾ പ്രതീക്ഷിക്കാം.